സുപ്രീം ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീട്ടിലെ മാങ്ങയാണേ. ഇന്നൊരു മാങ്ങ വെച്ചിട്ടുണ്ട്. നമുക്കെന്നാൽ ഒരു മാങ്ങക്കറി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പം അതിന് പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വലിയ മാങ്ങയാണ്. അപ്പോൾ അതിൻ്റെ പകുതി ഞാൻ ഒരുപാട് ആഴത്തിൽ തൊലി ചെത്താതെ തന്നെ ഞാനത് ചെത്തി എടുത്തിട്ടുണ്ട്. നമുക്കിനി അതിനകത്ത് അതൊന്ന് പുരട്ടി വയ്ക്കുക. ഒരു മാങ്ങക്കറി, കൊല്ലക്കാരുടെ മാങ്ങക്കറിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും പിന്നെ ഒരു സ്പൂൺ വിനാഗിരിയും ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിതൊന്ന് കൈകൊണ്ട് നല്ലതുപോലെ ഈ മാങ്ങ ഒന്ന് പുരട്ടി വയ്ക്കാം. എന്നിട്ട് അതൊന്ന് റെസ്റ്റ് ചെയ്യാനിരിക്കട്ടെ. പിന്നെ നമുക്ക് മാങ്ങ കറി വയ്ക്കാനുള്ള ചേരുവകൾ നമുക്ക് ചേർക്കാം. ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു മുറി തേങ്ങ തിരിങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പാലെടുത്ത് ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനകത്താണ് ഈ കറി വെക്കുന്നത്. അപ്പം ഞാനൊരു ചെറിയ ഒരു സവാള എടുത്ത് നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഒരു പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്. ഇത് മൂന്നും ചേർത്തിട്ട് ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് കരിവേപ്പില, ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. കാരണം ഇതൊന്ന് തിരുമി നമ്മുടെ കൈകൊണ്ട് തന്നെ ഈ ചേരുവകൾ ഇത്രയും നമുക്കൊന്ന് തിരുമിയെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ മാങ്ങ കറി വയ്ക്കാനായിട്ട് വെക്കുന്നത്. അപ്പം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാങ്ങ ഇതിൻ്റെ മുകളിലോട്ടിട്ട് നമുക്കിനി ആ രണ്ടാം പാൽ ഒഴിക്കണം. രണ്ടാം പാൽ ഒഴിച്ചിട്ടാണ് നമ്മൾ അത് അടുപ്പിൽ വെച്ച് വേവിക്കുന്നത്. ഇങ്ങനെ ഒന്ന് ചെയ്തു വെക്കണം. കാരണം ഇവിടെ എല്ലാവർക്കും കൊല്ലം ജില്ലക്കാർക്കൊക്കെ പ്രധാനമായ ഒരു കറിയാണിത്. മീനില്ലേലും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കറി. അപ്പം ഞാനത് അടുപ്പിൽ വെച്ച് നല്ലതുപോലെ അത് തിളച്ചിട്ടുണ്ട്. അപ്പം മാങ്ങയൊന്നും ഉടഞ്ഞു പോകാതിരിക്കുകയാണ്. കാരണം നമ്മൾ വിനാഗിരി ചേർത്തൊക്കെ തേച്ച് അത് നമ്മൾ കുഴച്ച് വെച്ച് അങ്ങനെ. അപ്പോൾ ഇനി ഒന്നാമത്തെ പാല് ചേർക്കാം. ഒന്നാമത്തെ പാല് ചേർത്ത് കഴിഞ്ഞാൽ അധികം തിളയ്ക്കണ്ട. കാരണം ചട്ടിയിലല്ലേ ഞാൻ വെച്ചത്. അപ്പം നമുക്ക് അധികം ഉടയ്ക്കാതെ തന്നെ അപ്പം മാങ്ങാക്കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കതിന് താളിപ്പുണ്ട്. അപ്പോൾ നമുക്ക് അടുപ്പിൽ ഒരു പാൻ വെച്ച് ഞാൻ കുറച്ച് കടുകിട്ട് കൂട്ടത്തിൽ ഞാൻ ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അതും കൂടെ ചേർത്ത് 2 വറ്റൽമുളകും ഇട്ട് അപ്പോൾ അതൊന്ന് മൂത്ത് കുറച്ച് കരിയാപ്പലയും കൂടി ഇട്ട് നമുക്കൊന്ന് താളിച്ച് ഈ കറിക്ക് നമുക്ക് താളിപ്പായിട്ടൊഴിക്കാം. അപ്പം മാങ്ങക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നിങ്ങളൊക്കെ വെച്ച് നോക്കണം. ഇതാണ് കൊല്ലക്കാരുടെ മാങ്ങാക്കറി. ഈ കറി ഉണ്ടെങ്കിൽ മീനും മറ്റു കറിയൊന്നും വേണ്ട, ചോറൊക്കെ എങ്ങനെ പോകുമെന്ന് അറിയാം. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണേ. ഓക്കെ, നിങ്ങളൊക്കെ വെച്ച് നോക്കണം. ഓക്കെ, താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ.